everyone, welcome again to my channel. ഞാൻ സംഗീത. ഈ ജപ്പാൻകാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ലോകമെമ്പാടുമുള്ള ജനസംഖ്യ എടുത്താൽ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള രാജ്യമാണ്. അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി വളരെ കുറവുള്ള രാജ്യമാണിത്. 50ഉം 60ഉം വയസ്സുള്ള ആൾക്കാരെ കണ്ടാൽ 25 വയസ്സ് തോന്നിപ്പിക്കുന്ന യുവത്വം തുടിക്കുന്ന ചർമ്മമുള്ള ആൾക്കാർ കൂടുതലുള്ള രാജ്യമാണ് ജപ്പാൻ. ഇതിന്റെ രഹസ്യം എന്താണ്? അവരുടെ ഭക്ഷണ രീതി തന്നെ. അപ്പോൾ ഈ ഭക്ഷണ രീതിയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളുടെ ഇടയിലും ഇത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ജാപ്പനീസ് വാട്ടർ തെറപ്പി. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ വെറും 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തടി കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മം വളരെ ക്ലിയർ ആവാൻ തുടങ്ങും, ഗ്ലോ ആവാൻ തുടങ്ങും, നിങ്ങൾ കുറച്ചും കൂടി യങ് ആവാൻ തുടങ്ങും. ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ഷുഗർ ലെവൽ ഒക്കെ കുറച്ച് നിങ്ങളെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജാപ്പനീസ് വാട്ടർ തെറപ്പി എന്താണെന്നും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വിതൗട്ട് മച്ച് ഡിലേ, ലെറ്റ്സ് ബിഗിൻ വിത്ത് our സംഗീത ആൻഡ് ലിയോസ് മൺഡേ ഫിറ്റ്നസ് വീഡിയോ. നമ്മുടെ ശരീരത്തിന് അമേസിംഗ് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു മിറക്കിൾ നോൺ കലോറിക് ഡ്രിങ്ക് ആണ് വാട്ടർ. ഈ ജാപ്പനീസ് വാട്ടർ തെറപ്പി ഇത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക, അതും കൃത്യസമയത്ത് കുടിക്കുക, എന്നിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുക. ഇതാണ് ജാപ്പനീസ് വാട്ടർ തെറപ്പിയുടെ രീതി. സ്റ്റെപ്പ് 1. രാവിലെ എണീറ്റ വശം വെറും വയറ്റില് പല്ല് തേക്കുന്നതിന് മുന്നേ 4 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കണം. വെള്ളത്തിന് അളവുണ്ട് കേട്ടോ, 160 ml. ഓരോ ഗ്ലാസ്സിലും 160 ml വെള്ളം നിറച്ച് കുടിക്കുക. റൂം ടെമ്പറേച്ചർ വെള്ളമാണ്, തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല. ഇനി വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി ലെമൺ ആഡ് ചെയ്തിട്ട് കുടിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഡെയിലി യൂസിന് അത് റെക്കമെൻഡ് അല്ല. ഇനി സ്റ്റെപ്പ് 2, പല്ല് തേക്കുക. പല്ല് തേച്ച് കഴിഞ്ഞ് 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ പാടുള്ളൂ. ഇനി സ്റ്റെപ്പ് 3, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പാടുകയുള്ളൂ, ഈവൻ വാട്ടർ. ഇതേ റൂൾ തന്നെ നിങ്ങൾ ലഞ്ചിനും ഡിന്നറിനും ഫോളോ ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ജങ്ക് ഫുഡ് തീരെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വറു പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, മധുര പലഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യണം. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നാച്ചുറൽ ഭക്ഷണം, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുന്നേ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന്റെ ഗ്യാപ്പ്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്ലിയർ ആയല്ലോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിന്നുകൊണ്ട് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വളരെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇരുന്നു കൊണ്ട് വേണം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും. ഈ ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. പക്ഷെ വേറൊരു വേർഷൻ ഉണ്ട്, കുറച്ചും കൂടിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട് ജാപ്പനീസ് വാട്ടർ തെറപ്പിയിൽ. അതിൽ എല്ലാം സെയിം ആണ്, ഒരു കാര്യം ഒഴിച്ച്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെറും 15 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം. അതാണ് അതിൽ ഫോളോ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഒരു 2 ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ജാപ്പനീസ് വാട്ടർ തെറപ്പിയിൽ പറഞ്ഞേക്കുന്നത്. ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസ്, വേസ്റ്റുകളൊക്കെ ഫ്ലഷ് ഔട്ട് ആവുന്നു. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ അഴുക്കുകളും ഫ്ലഷ് ഔട്ട് ആവുന്നു. അങ്ങനെ ഫ്ലഷ് ഔട്ട് ആവുന്നതോടെ തന്നെ നമ്മുടെ ശരീരം കുറച്ചും കൂടി ഫ്രഷ് ഫീൽ ചെയ്യാൻ തുടങ്ങും, നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ തുടങ്ങും. രാവിലെ ഉള്ള സമയം നമ്മുടെ ശരീരത്തിന് ഗോൾഡൻ അവേഴ്സ് എന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലത്തെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ അതുപോലെ തന്നെ കാലറി ബേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അത് ഓബ്വിയസ്ലി നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് 24% ഉയരുകയാണ് എന്നാണ് സയൻസ് പറയുന്നത്. ഈ വെള്ളം കുടിക്കുന്നതോടെ ഈ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ പോകുന്നതോടെ പല പല ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ കൊറോണ കാലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്താണ്? പ്രതിരോധ ശക്തി. ഈ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഒരു മെത്തേഡ് സഹായിക്കുമെന്നാണ്. ഈ ഒരു തെറപ്പി നമുക്ക് പല അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, ക്യാൻസർ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഐ ഇൻഫെക്ഷൻ, പൈൽസ്, അങ്ങനെയുള്ള പല അസുഖങ്ങൾ വരാതിരിക്കാനും
നമുക്കൊരു എന്താ പറയുക ഹെൽത്തി പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഗ്ലോ ചെയ്യാൻ തുടങ്ങും. പ്രീമേച്ചർ ആയിട്ട് വരുന്ന ചുളിവുകളും കറുത്ത സ്പോട്സുകളൊക്കെ മാറ്റാൻ, നമ്മുടെ സ്കിൻ കുറച്ചും കൂടി യങ് ആക്കി മാറ്റാനും നമ്മളെ കുറച്ചും കൂടി യങ് ആയിട്ട് തോന്നിപ്പിക്കാനുമായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മുടെ ഹെയർ കുറച്ചും കൂടി ഹെൽത്തി ആക്കാനും കുറച്ചും കൂടി തിക്നെസ് കൂട്ടാനൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ജാപ്പനീസ് വാട്ടർ തെറപ്പി കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഓവർ ദ വേൾഡ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ട് ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, റിസർച്ചസ് ആയിട്ട് നടത്തുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിൽ വിശ്വസിക്കാനായിട്ട് വരട്ടെ. വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓവർ ഹൈഡ്രേഷൻ, വെള്ളം അമിതമായിട്ട് കുടിച്ചത് കൊണ്ട് ഉണ്ടാവുന്നതിൻ്റെ പ്രോബ്ലംസ്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. പെട്ടെന്ന് സോഡിയം ലെവൽ ഡ്രോപ്പ് ആവാനുള്ള സാധ്യത അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇത് ഞാൻ എല്ലാവരുടെയും കാര്യത്തിലല്ല പറയുന്നത്. ചില ആൾക്കാർക്ക് കിഡ്നീസ് വളരെ വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സസ് ഫ്ലൂയിഡ് എന്താ പറയുക ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് നാച്ചുറലി ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ വാട്ടർ ഇൻടോക്സിഫിക്കേഷൻ, അതായത് ഓവർ ഹൈഡ്രേഷൻ നടക്കുന്നത്. അല്ലാതെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സസ് ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള കഴിവ് കിഡ്നീസിന് ഉണ്ടാവും. കിഡ്നി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട്. അല്ലാതെ വയസ്സായ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ 4 ഗ്ലാസ് വെള്ളം കുടിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. 1 ഗ്ലാസ് വെള്ളം വെച്ച് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പതുക്കെ നിങ്ങൾക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 4 ഗ്ലാസസിലേക്ക് എത്താം. അതുപോലെ തന്നെ തുടക്കക്കാർ ഒരിക്കലും ഒറ്റയടിക്ക് 4 ഗ്ലാസ് വെള്ളം കുടിക്കരുത്. അത് എന്താ പറയുക പെട്ടെന്ന് നിങ്ങൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതെ തുടക്കക്കാർ ഇതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ തുടങ്ങുക. എന്നിട്ട് പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് അത് 4 ഗ്ലാസ് വെള്ളമായിട്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 4 ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ഗ്യാപ്പ് എടുക്കുക. ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്തിട്ട് കുടിച്ചു തീർക്കാം. പിന്നെ 4 കപ്പിനേക്കാളും കൂടുതൽ കുടിക്കാതിരിക്കുക. 4 കപ്പ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. വെറും വയറ്റിൽ 1 ലിറ്റർ വെള്ളം മാത്രം നിങ്ങൾക്ക് മാക്സിമം കുടിക്കാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ കുടിച്ചാൽ അത് വളരെ അൺസേഫ് ആണ്. അതിപ്പോൾ ഈവൻ ഹെൽത്തി ആൾക്കാരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിനേക്കാളും കൂടുതൽ വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രമിക്കരുത് വെറും വയറ്റിൽ. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 വെറൈറ്റീസ് പറഞ്ഞല്ലോ. ഒന്ന് ഒരു നോർമലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന രീതി, രണ്ടാമത്തെ വെറൈറ്റി 15 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കേണ്ട ഒരു രീതി, ഒരു ജാപ്പനീസ് വാട്ടർ തെറപ്പി മെത്തേഡ്. അപ്പൊ ഈ 15 മിനിറ്റ് എന്ന ഒരു വിൻഡോ, ഒരു ടൈം ഉണ്ടല്ലോ, അത് ഒരു പ്രശ്നം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് അമിതമായിട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തെറപ്പി മെത്തേഡ് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ വണ്ണം കുറഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തെറപ്പി മാറ്റി നമ്മുടെ സാധാരണ ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു 15 മിനിറ്റ്സിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജാപ്പനീസ് വാട്ടർ തെറപ്പിയുടെ ഒരു ഡൗൺഫോൾ, ഒരു എന്താ പറയുക ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഓവർ ഈറ്റിങ്ങിന് സാധ്യതയുണ്ട്. കൂടുതൽ ഭക്ഷണം ഇട്ടിട്ട് 15 മിനിറ്റ്സിനുള്ളിൽ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ വേഗം ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. നമ്മൾ കൂടുതൽ കാലറി ഇൻടേക്ക് കൂടും. അപ്പൊ നമ്മൾ വണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ജാപ്പനീസ് വാട്ടർ തെറപ്പി ഇൻ ഹോൾ. പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ഇതിലൂടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഈ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. Till then, it's bye from me.